മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രാനുമതി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകി. വിശദമായ വിജ്ഞാപനം ഉടൻ ഇറങ്ങും. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രാനുമതി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകി. വിശദമായ വിജ്ഞാപനം ഉടൻ ഇറങ്ങും. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പരിസ്ഥിതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി ലിൻഡോ ജോസഫ് MLA. കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്ക് അനുമതി നൽകി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനു കീഴിലെ വിദഗ്ധ സമിതി. മെയ് 14, 15 തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതിഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നു. ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. 60 ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ധ സമിതി അന്തിമ പാരിസ്ഥിതികാനുമതി നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം പുറത്തിറങ്ങും. ഇതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാകും. വിദഗ്ധ സമിതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഖനന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ CSIRD, CIMFR എന്നിവ നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കാൻ പദ്ധതി നിർവാഹകർ ശ്രമിക്കണം. വൈബ്രേഷൻ, പ്രളയം, ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങളും പാലിക്കണം. ഇവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 6 മാസത്തിൽ ഒരിക്കൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറണം. 4 ഗ്രൗണ്ട് വൈബ്രേഷൻ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട്. നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിദഗ്ധ സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങളായിട്ടുള്ളത്. പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകുന്ന പാതയ്ക്കരികുവശവും ജൈവ വൈവിധ്യ സമ്പന്നമാണ്. സംരക്ഷണ പട്ടികയിലുള്ള ബാണാസുര, ചിലപ്പനടക്കമുള്ള പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളും ചെയ്യാനടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചിരിക്കുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകി. വിശദമായ വിജ്ഞാപനം ഉടൻ ഇറങ്ങും. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രാനുമതി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകിയിരിക്കുന്നു. വിശദമായ വിജ്ഞാപനം ഉടൻ ഇറങ്ങും. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാന സർക്കാരിന് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകാം. നേരത്തെ പലതവണ കേന്ദ്രം പാരിസ്ഥിതിക പ്രശ്നം ഉന്നയിച്ച പദ്ധതിയായിരുന്നു. ഇപ്പോൾ വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രാനുമതി. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകി. വിശദമായ വിജ്ഞാപനം ഉടൻ ഇറങ്ങും.